ഇതേ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരു പെഡിക്യൂർ എങ്ങനെ ചെയ്യാമെന്ന് സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നല്ല ഹോട്ട് വാട്ടർ വേണം, അതിലേക്ക് ഇതേ കുറച്ച് ഉപ്പ് വേണം, പിന്നെ ഷാമ്പു ഏതായാലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഈ ഷാമ്പു ആണ്. അപ്പോൾ ഞാൻ ഈ ഷാമ്പു ഉപ്പും കൂടിയിട്ടാണ് ഇതേ ഹോട്ട് വാട്ടറിലേക്ക് മിക്സ് ചെയ്യണത്. നല്ല ചൂട് വേണമെന്നില്ല കേട്ടോ, ഒരു നമുക്ക് കാലൊക്കെ മുക്കി വയ്ക്കാൻ പാകത്തിന് ചൂട് വേണം. എന്നിട്ട് ഇതേ കാല് നമ്മളിലേക്ക് മുക്കി വയ്ക്കുക. ഒരു 20 മിനിറ്റ് നേരം തന്നെ നമ്മൾ ഇത് വെക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ നാരങ്ങ ഉപയോഗിക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ നാരങ്ങ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ചെറിയൊരു സ്ക്രബ്ബ് വെച്ച് 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ചെറിയ സ്ക്രബ്ബ് വെച്ചിട്ട് നമുക്കുണ്ടോ ഒന്ന് ചെറുതായിട്ട് ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. സാധാരണ നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നെയിൽ കട്ട് ചെയ്ത് നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഞാൻ ആ സമയത്ത് ഇത് വിട്ടുപോയി. അങ്ങനെ നമ്മൾ കാലൊക്കെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തു. കണ്ടില്ലേ, ചെറിയൊരു മാറ്റം വന്നിട്ടിലേക്ക്. നമ്മൾ ഹോട്ട് വാട്ടറിൽ നമ്മൾ കാല് മുക്കി വെക്കുമ്പോൾ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്കിത് നെയിൽ റിമൂവർ വെച്ച് നെയിൽ പോളിഷൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം കേട്ടോ. ഇതിൽ കോട്ടൺ ഇല്ലാത്തത് കാരണം സാധാ ഒരു കോട്ടൻ്റെ ഒരു തുണി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ നെയിൽ റിമൂവർ ചെയ്യുന്നത്. അതിനുശേഷം ഇതേ കണ്ടില്ലേ, ഇപ്പോൾ ഒക്കെ വെട്ടി ഞാൻ ശരിക്കും ഞാൻ കാലിൽ അങ്ങനെ പെഡിക്യൂർ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇന്ന് ചെയ്യുന്നത്. ഞാൻ ഫേഷ്യൽ പോലും ഇതുവരെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് 2 തവണ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യാൻ താല്പര്യമില്ല. ഇപ്പോൾ സാധാരണ നമ്മളെ പോലുള്ള വീട്ടമ്മമാർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ് ഇവിടെ കാണിച്ചു തന്നത്. കുറച്ച് അരിപ്പൊടി വേണം, അരിപ്പൊടിയിലേക്ക് തൈര്, പിന്നെ കാപ്പിപ്പൊടി, ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതെല്ലാം ദേ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കാലിലേക്ക് കണ്ടില്ലേ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. ഞാൻ കാല് ഫുള്ളായിട്ട് തേക്കുന്നില്ല കേട്ടോ. കാലിൻ്റെ കാൽപാദത്തിന് കുറച്ച് മുകളിലേക്ക് മാത്രമാണ് ഞാൻ ചെയ്യുന്നുള്ളൂ. ഫുള്ളായിട്ട് തേക്കണമെങ്കിൽ ഫുള്ളായിട്ട് തേക്കാം, ഞാൻ ഫുള്ളായിട്ട് തേക്കുന്നില്ല. അപ്പം നമ്മൾ ഫുൾ 2 കാലിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ എത്ര സമയത്ത് ഇത് എപ്പോഴാണോ ഉണങ്ങുന്നത് അപ്പം നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. എനിക്ക് കുറച്ച് ഉണങ്ങാനായിട്ട് കുറച്ച് സമയം എടുത്തു, കാരണം ഞാൻ നന്നായിട്ട് കട്ടിക്ക് തേച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു മാറ്റിൽ നമ്മൾ കാല് വെക്കുകയാണെങ്കിൽ ഇത് താഴെയൊന്നും പോയി റൂമൊന്നും വൃത്തികേടാവില്ല. ഞാൻ ചെറിയൊരു മാറ്റിലാണ് ഇതിപ്പോൾ കാലിങ്ങനെ വെച്ചേക്കാണ്ട് ചെറുതായിട്ട് ഇത് ഉണങ്ങിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വാഷ് ചെയ്യാം. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു മാറ്റമാണ് കേട്ടോ എൻ്റെ കാലിന്. എൻ്റെ ഫസ്റ്റ് കണ്ട കാലിനേക്കാളും കുറച്ച് വ്യത്യാസം തോന്നില്ല. ഞാൻ ഒരുപാട് വെളുത്ത് നല്ല കളർ വെക്കുന്നൊന്നല്ല കേട്ടോ പറഞ്ഞത്. ചെറിയൊരു മാറ്റം എനിക്ക് തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അതിന് ശേഷം നമുക്കിത് നെയിൽ പോളിഷ് ഇടാം. അപ്പം നമ്മൾ എൻ്റെ ഈ നെയിൽ പോളിഷിന് നല്ലൊരു ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ. അപ്പോൾ അതേ നെയിൽ പോളിഷൊക്കെ ഇട്ടു. കൂടെ ചുണ്ടും ഇത് കുറേ നേരമായിട്ട് കണ്ടുകൊണ്ടിരിക്കാണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അവൾക്കും അവൾ കൈ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്കും ഞാൻ ചെറുതായിട്ട് നെയിൽ പോളിഷൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ കാല് കണ്ടില്ലേ, എനിക്ക് മുമ്പ് കണ്ട കാലിന് വ്യത്യാസം തോന്നുന്നില്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഈ 3 സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് സുഖമായിട്ട് പെഡിക്യൂർ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.